ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഗാന്ധി ക്വിസിൻ്റെ 3ാം ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും മറക്കാതെ കാണുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ ഹൃദയവും ചിന്തയും പ്രതിനിധീഭവിക്കുന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വാഴ്ത്തിയത് ഏത് സംഭവത്തെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ദണ്ഡിയാത്രയ്ക്ക് ഗാന്ധിജിയെ എത്ര പേർ അനുഗമിച്ചു? ഉത്തരം 78. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഉത്തരം 1 തവണ. ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? ഉത്തരം റസ്കിൻ രചിച്ച അൺടു ദി ലാസ്റ്റ്. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആര്? ഉത്തരം KPR ഗോപാലൻ. ഗാന്ധിജിക്ക് നിരീശ്വരത്വത്തിൽ ആഭിമുഖ്യം തോന്നിക്കാൻ ഇടയായ ഗ്രന്ഥം ഏത്? ഉത്തരം മനുസ്മൃതി. ഏത് വർഷമാണ് ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ചത്? ഉത്തരം 1887. സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ഏതു വർഷമാണ് സത്യാഗ്രഹ സഭ രൂപീകരിച്ചത്? ഉത്തരം 1919. ഗാന്ധിജിയുടെ സമരങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരുന്നു? ഉത്തരം അഹിംസ. UN ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ? ഉത്തരം ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരിൽ ഗാന്ധിജി വാരിക ആരംഭിച്ചത് എന്ന്? ഉത്തരം 1904. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഗാന്ധിജി രാജിവെച്ചത് എന്നായിരുന്നു? ഉത്തരം 1934 ഒക്ടോബർ 26. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് 1 വർഷക്കാലം നിരീക്ഷകനായും വിദ്യാർത്ഥിയായും ഇരിക്കുവാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ആര്? ഉത്തരം ആനി ബസന്റ്. 1932 ജനുവരി 4 ഗാന്ധിജിയോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ തുടർന്ന് ഗാന്ധിജിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെയും ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചത് എന്നായിരുന്നു? ഉത്തരം 1942 ഓഗസ്റ്റ് 9. ഗാന്ധിജി അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ച വർഷം ഏത്? ഉത്തരം 1932. അധഃകൃതരെ ഗാന്ധിജി സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് എന്ത്? ഉത്തരം ഹരിജനങ്ങൾ. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് പത്രമാണ്? ഉത്തരം ദി മദ്രാസ് മെയിൽ. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? ഉത്തരം 168 ദിവസം. 2ാം വട്ടമേശ സമ്മേളനത്തിലെ കോൺഗ്രസിന്റെ ഏക പ്രതിനിധി ആര്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആയത് എപ്പോൾ? ഉത്തരം 1920. ഗോഖലെ ഏറ്റവും ആദരവ് പ്രകടിപ്പിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്തതായി ഗാന്ധിജി മനസ്സിലാക്കിയത് ആരെയാണ്? ഉത്തരം റാനഡെ. ഗാന്ധിജിയെ സ്നേഹിതനായി കൊണ്ടുനടന്നതിനാൽ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരൻ ആര്? ഉത്തരം മിസ്റ്റർ ബേക്കർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്: ഗാന്ധിജി ഏതു വർഷമാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത്? ഉത്തരം 1918. ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് നന്ദു എന്ന അക്കൗണ്ടാണ്. രണ്ടാമതായി ഐഷക് എന്ന അക്കൗണ്ട്. മൂന്നാമതായി അനുമോൾ സി എന്ന അക്കൗണ്ട്. നാലാമതായി ആരതി എന്ന അക്കൗണ്ട്.
ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ ആദ്യത്തെ വിദേശയാത്രയിൽ ഇംഗ്ലണ്ടിലേക്കുള്ള കപ്പലിൽ ആരുടെ കൂടെയായിരുന്നു യാത്ര? ഉത്തരം ത്രംബകറായി മജുംദാർ, ജുനാഗഡിൽ നിന്നുള്ള വക്കീൽ. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ വെച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ആരെയായിരുന്നു? ഉത്തരം നാരായൺ ഹേമചന്ദ്രയെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച വർഷം ഏത്? ഉത്തരം 1914. മദ്യമോ മാംസമോ പരസ്ത്രീയെയോ തൊടില്ലെന്ന പ്രതിജ്ഞാവാചകം ഗാന്ധിജിക്ക് ചൊല്ലിക്കൊടുത്തത് ആര്? ഉത്തരം ബേച്ചർജി സ്വാമി. മുഹമ്മദ് നബിയുടെ മഹത്വം ഗാന്ധിജി ഗ്രഹിച്ചത് ഏതു ഗ്രന്ഥത്തിൽ നിന്നാണ്? ഉത്തരം ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ്. മഹാത്മാഗാന്ധി മുഹമ്മദ് നബിയെക്കുറിച്ച് ഗ്രഹിച്ച ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം കാർലൈൽ. ഗാന്ധിജിയെ നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ പ്രേരിപ്പിച്ച കുടുംബ സുഹൃത്ത് ആരായിരുന്നു? ഉത്തരം മൗജി ദവേ അഥവാ ജോഷിജി. നിയമകോടതികളിൽ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം സർ ഫിറോസ് ഷാ മേത്തയെ. ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധിജിക്ക് എത്ര വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചത്? ഉത്തരം 6 വർഷം. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1916. പുരുഷോത്തം ദാസ് ദണ്ഡനെ രാജർഷി എന്ന് വിളിച്ചത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. 1925 സബർമതി ആശ്രമത്തിലെത്തി ഗാന്ധിജിയുടെ അനുയായിയായ ഇംഗ്ലീഷുകാരി ആര്? ഉത്തരം മീര ബെൻ. നിങ്ങൾ ഒരു ആൺതേനീച്ചയാണ്. ലജ്ജാഭാവത്തെ പറ്റി ആരാണ് ഗാന്ധിജിയോട് ഇങ്ങനെ പ്രതികരിച്ചത്? ഉത്തരം ഡോക്ടർ ഓൾഡ് ഫീൽഡ്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധി വധക്കേസിൽ പ്രതികളെ ഏതു വർഷമാണ് തൂക്കിക്കൊന്നത്? ഉത്തരം 1949. ഗാന്ധിജിയെ ഏറ്റവും ഒടുവിൽ ഏതു വർഷത്തെ സമാധാന നോബേലിനാണ് നാമനിർദ്ദേശം ചെയ്തത്? ഉത്തരം 1948. ഗാന്ധി സിനിമ ഏതു വർഷമാണ് ഓസ്കാർ അവാർഡ് നേടിയത്? ഉത്തരം 1982. ഗാന്ധിജി ആദ്യമായി നോബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ഏത്? ഉത്തരം 1937. ഏതു വർഷമാണ് ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചത്? ഉത്തരം 1906. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം യമുന. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിൻ്റെ പഴയ പേര് എന്ത്? ഉത്തരം സുദാമാപുരി. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ന്യൂഡൽഹിയിലെ ഏതു മന്ദിരത്തിന് സമീപമാണ്? ഉത്തരം ബിർള ഹൗസ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായപ്പോൾ ഗാന്ധിജി തടവ് അനുഭവിച്ചത് എവിടെയാണ്? ഉത്തരം ആഗാഖാൻ കൊട്ടാരം. ഗാന്ധിജി പഠിച്ചിരുന്ന സമൽദാസ് കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഭാവ്നഗർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: 1920 ആദ്യ സന്ദർശനത്തിന് ഗാന്ധിജി കേരളത്തിൽ എത്തിയപ്പോൾ എവിടെയാണ് പ്രസംഗിച്ചത്? ഉത്തരം എത്രയും പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. മറക്കാതെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും കാണുക. ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.